മലപ്പുറം CH സെന്റർ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 3ാം വാർഷികാഘോഷം 26, 27, 28 തീയതികളിലായി നടക്കും. ബുധനാഴ്ച രാവിലെ 8-ന് സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുക. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. KMCC പ്രവാസി കുടുംബ സംഗമം, PTH വളണ്ടിയേഴ്സ് ആൻഡ് വനിതാ സംഗമം, ഡയാലിസിസ് ചെയ്യുന്നവരുടെ ബന്ധുക്കളും ഡയാലിസിസ് കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കുടുംബങ്ങളും പങ്കെടുക്കുന്ന കുടുംബ സംഗമം എന്നിവ 27-ന് രാവിലെ 9 മണിക്ക് നടക്കും. രാത്രി 7-ന് CH സെന്റർ സപ്പോർട്ടേഴ്സ് മീറ്റ് നടക്കും. 28-ന് രാത്രി നടക്കുന്ന സമാപന സമ്മേളനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി, മുനവർ അലി ശിഹാബ് തങ്ങൾ, P ഉബൈദുള്ള MLA, സന്ദീപ് വാര്യർ എന്നിവർ സംബന്ധിക്കും. മെഡിക്കൽ ക്യാമ്പ് ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്യും. നമ്മൾ ഈ CH സെന്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രിയും കേന്ദ്രീകരിച്ച സേവന പ്രവർത്തനം നടത്തുന്ന ഏറ്റവും വലിയ സംവിധാനം CH സെന്റർ. മലപ്പുറം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച CH സെന്ററിൽ പ്രവർത്തനം തുടങ്ങിയത് 2010-ലാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും അവരെ പരിഹരിക്കാൻ വരുന്നവർക്കും ഭക്ഷണം കൊടുക്കുക എന്ന പദ്ധതിയായിട്ടാണ് തുടക്കം കുറിച്ചത്. പിന്നീട് നമ്മൾ 2017 ഡയാലിസിസ് സെന്റർ ആരംഭിച്ചു. CH സെന്ററിൽ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ. 2019 കൊറോണയും അതുപോലെ പ്രളയവും വന്നപ്പോൾ നമുക്ക് ആ സമയത്ത് തുടങ്ങാൻ പറ്റി. 2022 ഫസ്റ്റാണ് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ആ ഡയാലിസിസ് സെന്ററിന്റെ 3ാം വാർഷികം ഈ 26, 27, 28 3 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. ഇപ്പോൾ അവിടെ 127 പേർക്കാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ലാബ്, ഫാർമസി, മെഡിക്കൽ എയ്ഡ് സെന്റർ, നൈറ്റ് എമർജൻസി പാലിയേറ്റീവ് എന്നിവയും ഇതിന്റെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം 1 ഏക്കർ 30 സെന്റ് സ്ഥലം സംഭാവന നൽകിയത് സൈനബ ജുമ എന്ന് പറയുന്ന സഹോദരിയാണ്. അവർ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. ഈ സെന്റർ നടത്തിക്കൊണ്ടു പോകുന്നത് എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടിയാണ്. വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസ് ആവശ്യമായി വരുന്ന എല്ലാ രോഗികൾക്കും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ അർഹരായിട്ടുള്ള ആളുകളെ അപേക്ഷ സെലക്ട് ചെയ്യാം. അപേക്ഷ കിട്ടിയാൽ CH സെന്ററിന്റെ ഭാരവാഹികൾ, നിയോഗിക്കപ്പെട്ട ഭാരവാഹികൾ വീട്ടിൽ പോയി ചുറ്റുപാടൊക്കെ പോയിട്ട് ഇവരെ കുറിച്ച് അന്വേഷണം നടത്തി ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഫസ്റ്റ് പരിഗണന കൊടുക്കുക. ഇതാണ് ഇപ്പോൾ അവിടെ സ്വീകരിച്ചു വരുന്ന രീതി. അതിന് മറ്റു യാതൊരു വിവേചനമില്ല. ഈ ഫസ്റ്റ് പരിഗണന എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകൾ കൊടുക്കുക. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഡയാലിസിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. P ഉബൈദുള്ള MLA, കൊന്നോല യൂസഫ്, PA സലാം, വൈസ് പ്രസിഡന്റ് MP മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.